നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അധ്യക്ഷനായ ശ്രീ പ്രസിഡന്റ് പ്രവർത്തകരെ ക്ഷണിച്ചു കൊടുക്കും. കൂടാതെ സ്വാഗതം ആശംസിക്കാന്നുള്ള കർത്തവ്യം ഞാൻ കിടക്കുകയാണ്. കാരണം ഒരാളുടെ ടീം വരാനുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഉദ്ഘാടനത്തേണ്ടതാണ്. ഉദ്ഘാടനം ഇവിടെ ഉപവാസങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ടിരുത്താൻ സാധിച്ചില്ല. പകരം നമുക്ക് വേണ്ടിയിട്ട് വരുന്നില്ല. ലക്ഷമോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ MP. അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MP അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. ദേശീയ സാംസ്കാരിക സംഘം ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. എന്നോട് ശ്രീ കോട്ടയം മണി കുറെ കാലങ്ങളായി ഇങ്ങനെ ഈ പരിപാടിയെ കുറിച്ച് പറയുന്നതാണ്. പാർലമെന്റ് സമ്മേളനം കഴിയട്ടെ, അത് കഴിഞ്ഞത് നമുക്കൊരു ദിവസം തീരുമാനിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തീയതി നിശ്ചയിച്ചത്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനയുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം എത്തിച്ചേർന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകിപ്പോയി അദ്ദേഹം എത്താൻ. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നറിയാം. അത് സമയം ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്കും ഇനിയും പല പല പരിപാടി ഞാൻ ദീപിക്കുന്നില്ല, സമയം വൈകിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സമിതിയുടെ നേതൃത്വത്തിൽ, സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വിവിധ നിലകളിൽ നന്നായി പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രോത്സാഹനം എന്നുള്ള നിലയിൽ അവരെ ആദരിക്കുക തുടങ്ങിയ ചടങ്ങുകൾ, അതിന് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും, നല്ല പ്രവർത്തനങ്ങളും എല്ലാ പിന്തുണയും പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ എന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും എന്ന് കൂടി അറിയിച്ചുകൊണ്ട് സമയമൊട്ടും കളയാതെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളെല്ലാം അനുമതിയോടുകൂടി നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കനായ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവர்களായിരുന്നു. അദ്ദേഹത്തിന് ഒരു പരിപാടി രാവിലെ മുതൽ വൈകിട്ട് വരെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം. നമ്മുടെ കോട്ടയം ടൗണിലുള്ള ആ ഒരു ഓവർബ്രിഡ്ജ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാത്തത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി കൂടി ആശംസകൾ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെല്ലാം അനുമതിയോടുകൂടി ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും കുലാചാര ധർമ്മ പരിഷത്ത് ജനറൽ സെക്രട്ടറിയായും പ്രവർത്തന മികവ് തെളിയിച്ച വിവിധ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീ ഡോക്ടർ ജയകുമാർ സർ, അടുത്തത് ശ്രീ TC പ്രേമലത, ബിരുദവും കേരള പോലീസ് സൂപ്രണ്ട് പദവിയിൽ ജോലി ചെയ്ത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ജ്യോതിഷ ശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടിയ ശ്രീ TC പ്രേമലത. അടുത്തത് ചിന്റു മഹൽ, അതും ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടി ഫിസിയോളജി പാസ്സായി യോഗ പരിശീലകയായും ഫിസിയോതെറാപ്പി കൗൺസിലിംഗും പ്രാക്ടീസും നടത്തി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള
ചിന്തു മഹാദേവ്. നാൽപ്പത്തൊന്നാം വാർഡിലെ മേൽസഭ നാൽപ്പത്തിമൂന്നാം വാർഡ് എൻ ജി ദീപാമോൾ. സമയക്കുറവുകൊണ്ടാണ് ഇവരുടെ ഒന്നും വിശദമായി അവരെ പറ്റി അവതരിപ്പിക്കുന്നത്. അടുത്തത് 25-ാം വാർഡിലെ കൗൺസിലർ തെരഞ്ഞെടുത്ത ഇഷ ജോഷി. 37-ാം വാർഡിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ലിസി മണിമല. അടുത്ത ഫോട്ടോഗ്രാഫി രംഗത്ത് മലയാള വാർത്താ ചാനലിൽ ഏറ്റവും പ്രധാനമേറിയതും വ്യത്യസ്തമായ വാർത്തകൾ സംപ്രേഷണത്തിൽ മികവുപുലർത്തി വരുന്ന ഇന്ത്യ വിഷൻ മലയാളം ചാനൽ ക്യാമറാൻ മോഹൻദാസ് ദൃശ്യമാധ്യമ രത്നം അവാർഡ് കൂടിയായിരിക്കും. സജേഷ് സോമൻ ക്ഷേത്ര വാദ്യകലകളിൽ പാരമ്പര്യവും മേളപ്രമാണത്തിൽ അനന്യമായ സംഗീത കലാസാധകർക്ക് പ്രിയങ്കരമാകുന്ന മേളപദങ്ങൾ ആസാദ മനസ്സിൽ പ്രിയം നേടിയ സജേഷ് സോമൻ. അടുത്ത കുടുംബശ്രീ അംഗങ്ങളെ വിളിക്കുകയാണ്. നഗരസഭയിലെ 25-ാം വാർഡിലെ അമൃത കുടുംബശ്രീയെ ആദ്യം ക്ഷണിക്കുന്നു. അമൃത കുടുംബശ്രീ. 25-ാം വാർഡ് ശ്രീശൈല കുടുംബശ്രീ. ആ കുടുംബശ്രീ ഞങ്ങൾ ഒന്നിച്ചു വന്ന് വാങ്ങിച്ചു. സാറിന്റെ ലെറ്റർ വാങ്ങിക്കും. അവരെല്ലാവരും കൂടെ വരിക, ഒന്നിച്ചു വന്നോളൂ. കുടുംബശ്രീ ഞങ്ങൾ അവരുടെ കൂടെ ഒന്നിച്ചു വന്ന് വാങ്ങിച്ചാൽ സ്റ്റേജിലോട്ട് കയറി വന്നോളൂ. നമ്മൾ അധികം പേരില്ല, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. 25-ാം വാർഡിലെ ശ്രീശൈല കുടുംബശ്രീയുടെ ശ്രീശൈല കുടുംബശ്രീ. ശ്രീശൈല കുടുംബശ്രീ. അടുത്തത് ശ്രീശൈലം. അടുത്തത് അടുത്തത് ശ്രീലക്ഷ്മി കുടുംബശ്രീ. 25-ാം വാർഡ് ശ്രീലക്ഷ്മി കുടുംബശ്രീ. അടുത്തത് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്കാരെ ഒന്നുമാണ്. അടുത്തത് 37-ാം വാർഡിലെ ധന്യ കുടുംബശ്രീ. 37-ാം വാർഡ് ധന്യ കുടുംബശ്രീ. 37-ാം വാർഡിലെ ധന്യ കുടുംബശ്രീ. അടുത്തത് ധന്യ കുടുംബശ്രീക്കാരാണ്. ധന്യയുടെ വേറെ ആരുമില്ലേ? ബാക്കിയുള്ളവരും കൂടെ ആയിക്കോട്ടെ. 37-ാം വാർഡിലെ ആവണി കുടുംബശ്രീ. അവിടെ വന്നവരൊക്കെ കൂടെ ഇപ്പോലെ സാറിന്റെ നേരിട്ട് വാങ്ങിക്കാൻ എല്ലാവരും കൂടെ വരിക. അടുത്തത് ആവണി കുടുംബശ്രീ. ആവണി കുടുംബശ്രീ. ബാക്കിയൊക്കെ പോലെ ആവണി കുടുംബശ്രീ. അടുത്തത് 37-ാം വാർഡിന്റെ ഐശ്വര്യ കുടുംബശ്രീ. ഐശ്വര്യ. അടുത്ത 37-ാം വാർഡ് ഐശ്വര്യ കുടുംബശ്രീ. 37-ാം വാർഡിന്റെ ഐശ്വര്യ കുടുംബശ്രീ. എല്ലാവരും വരും. 37-ാം വാർഡിലെ തനിമയാണ് അടുത്ത് വിളിക്കാൻ പോകുന്നത്. 37-ാം വാർഡിലെ തനിമ. തനിമ കുടുംബശ്രീ. 37-ാം വാർഡ് തനിമ. അടുത്ത 42-ലെ ഐശ്വര്യലക്ഷ്മിയാണ്. 42-ലെ ഐശ്വര്യലക്ഷ്മി. 42-ലെ ഐശ്വര്യലക്ഷ്മി.
42-ാം വാർഡിലെ ഐശ്വര്യലക്ഷ്മി. അടുത്തത് 42-ലെ സുവർണ. അയ്യോ അത് പോരല്ലോ, എത്ര പെട്ടെന്ന് വരാം. 42 സുവർണ കുടുംബശ്രീ. 42 സുവർണ കുടുംബശ്രീ. സുവർണ കുടുംബശ്രീ. സുവർണ. അടുത്തത് 42 ലക്ഷ്മിയാണ്. കുറച്ച് അപ്പഴോടെ പോരി കേട്ടോ. ലക്ഷ്മി കുടുംബശ്രീ അതിന്റെ അടുത്തത് 42-ാം വാർഡിലെ ലക്ഷ്മി കുടുംബശ്രീ. അപ്പഴോടെ പോരി. അപ്പഴോടെ അടുത്തത് 43-ലെ ഐശ്വര്യ കുടുംബശ്രീ. അടുത്തത് 43-ലെ ഐശ്വര്യ കുടുംബശ്രീ. ഞാനിപ്പോ സ്പീഡപ്പ് ചെയ്താണ് കേട്ടോ. സാറിന് പോകുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നിങ്ങളെ ആദ്യം വിളിച്ചിരുന്നത് കേട്ടോ. പ്രസംഗമൊക്കെ കിടക്കുന്നേ ഉള്ളൂ. 43-ാം വാർഡിലെ ഐശ്വര്യ കുടുംബശ്രീ. 43-ലെ ഐശ്വര്യ. അടുത്തത് 43-ലെ ഒരുമ കുടുംബശ്രീ. 43-ലെ ഒരുമ കുടുംബശ്രീ. അടുത്തത് 43-ലെ ഹരിതശ്രീ. 43-ലെ ഹരിതശ്രീ. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിന് കോട്ടയം പ്രസ് ക്ലബിൽ വെച്ച് ഇതുപോലെ ഒരു നല്ല പരിപാടി അവതരിപ്പിച്ച് മൊമെന്റോ സ്വീകരിച്ച എല്ലാ കുടുംബശ്രീ യൂണിറ്റുകൾക്കും മുന്നോട്ട് പോകാനുള്ള ആർജവം ജഗദീശ്വരൻ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ ഒരു പ്രസ് ക്ലബിൽ മീറ്റിൽ വെച്ചിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്, പേര് ശോഭ എന്നാണ്, ഞാൻ തൃക്കൊടുത്താനം VBUP സ്കൂളിലെ അധ്യാപികയാണ്. അപ്പൊ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താന്ന് വെച്ചാല്, ഞാന് അധ്യാപനത്തിന് പുറമെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനലുണ്ട്, ദേവകി ആസ്ട്രോ സെർച്ച് എന്ന് പറഞ്ഞൊരു ചാനൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്റെ വീട്ടിൽ വന്നാണ് എന്നെ ക്ഷണിച്ചത്. അപ്പം അതിൽ വളരെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഇവിടെ ഒരു വേദിയിൽ ഇങ്ങനെ ആദരിക്കുന്ന ഒരു അവസ്ഥയിൽ മൊമെന്റോ ഒക്കെ തന്ന് എന്നെ ആദരിച്ചിരുന്നു. അതിലും ഞാൻ നന്ദി പറയാണ്. സാബു മാത്യു സാർ ആണെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനിൽ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ് സാബു മാത്യു സാറ്. സാബു മാത്യു സാർ ഇപ്പൊ റിട്ടയർ ചെയ്തു. ഞാനിപ്പോഴും ആ യൂണിയനിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇന്ദിരാജി ദേശീയ സാംസ്കാരിക സംഘം ന്യൂഡൽഹി ഈ സംഘം ആയിട്ട് ഒരു അഭിത്യ ബന്ധം ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു അവസരത്തില് ഈ ഒരു വേദി പങ്കിടാനായിട്ട് സാധിച്ചത്. കോട്ടയം മണിച്ചേട്ടന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ മാതൃകാപരമാണ്. ഈ ഒരു ആദരവെന്ന് പറയുന്നത് നമുക്ക് മുൻപോട്ട് കുറെ കൂടെ നല്ല നിലയിൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനമാകട്ടെ. ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർക്കും അതുപോലെ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നന്നായി പ്രവർത്തിക്കുന്ന എല്ലാ വാർഡുകളിലും 19, 20, 22 ഒക്കെ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. അതിൽ നിന്നും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന 3-4 ഗ്രൂപ്പുകളെയാണ് ഇന്നിവിടെ ആദരിച്ചത്. ഈ ഒരു നല്ല
പ്രവർത്തനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മഹനീയമായ പ്രവർത്തനം തുടർന്നും നടത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ആദരിക്കപ്പെട്ടവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്റെ സുഹൃത്തുക്കളെ, ഇന്ദിരാജി ദേശീയ സാംസ്കാരിക സംഘ് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതിന്റെ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീ TN പരമേശ്വര കുറുപ്പ് അതുപോലെ തന്നെ കോട്ടയം മണിയൊക്കെ ചേർന്ന് നടത്തുന്ന ഈ സംഘടന ഇന്നലകളിൽ ഈ നാട്ടിലെ ഇതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ജനപ്രതിനിധികളിലെല്ലാം മികവ് തെളിയിച്ച ആളുകളെ ഇന്നലകളിലും ആദരിച്ച് പോന്നിരിക്കുന്ന ആളുകളാണ് പരമേശ്വര കുറുപ്പ് സാറും അതുപോലെ തന്നെ കോട്ടയം മണിച്ചേട്ടനും. ഇങ്ങനെ മികവ് പുലർത്തുന്ന ആളുകളെ അവരെ കണ്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാൻ എന്നും അവർ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം സമൂഹവും പത്രപ്രവർത്തകരും മാധ്യമ ലോകവും എല്ലാം വലിയ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇന്നിവിടെ നിരവധി ആളുകളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കാരണം അവർ സമൂഹത്തിൽ ചെയ്ത ആ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ഇവർ തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യത്യസ്തമായ മേഖലകളിലെ ആളുകളെയാണ് ഇവിടെ ആദരിച്ചത്. അതിനകത്ത് ജനപ്രതിനിധികളുണ്ട്, നമ്മുടെ പറഞ്ഞുള്ള തന്നെ താന്ത്രിക മേഖലയിലെ ആളുകളുണ്ട്. ഓരോ മേഖലയിലെ ആളുകളെ അവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കും. നമുക്ക് ഒരാളെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന അവരുടെ ആ ഒരു നന്മ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കേണ്ടതും ആദരിക്കേണ്ടതും അവർ ജീവിച്ചിരിക്കുമ്പോഴാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും മഹാന്മാരാണ്, വളരെ പുകഴ്ത്തിയ ആളുകൾ പറയും. നമ്മൾ ഒരാളെ കുറിച്ച് നന്മ പറയാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തയ്യാറാകാതെ ഇല്ല. അത് നമ്മുടെ ഒരു പിശുക്ക് കാണിക്കാറുണ്ട്. ആ പിശുക്കെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കുടുംബശ്രീയിൽ തന്നെ നല്ല മികവ് തെളിയിച്ച കുടുംബശ്രീ സംഘങ്ങളെ ഇവിടെ ആദരിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ജനപ്രതിനിധികളെയും മറ്റുള്ള ആളുകളെ എല്ലാം ആദരിക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചു. കാരണം അവരെല്ലാം ഓരോരോ മേഖലകളിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളാണ്. അവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കാൻ, അതവർക്ക് കൂടുതൽ നന്മ ചെയ്യാൻ, സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഓരോ മേഖലയിലാണ് ആ മേഖലയിൽ കൂടുതൽ ശോഭയോടെ മുന്നോട്ട് പോകാൻ അവർക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇത് അവർക്കുള്ള ഒരു പ്രോത്സാഹനമാണ്. ആ പ്രോത്സാഹനവും ആ കയ്യടിയും എന്നും നിങ്ങൾക്ക് ഒരു കരുത്താകട്ടെ എന്ന് ഇവിടെ അവാർഡ് നേടിയ എല്ലാ പുരസ്കാര ജേതാക്കളെയും അനുമോദിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരായ ഡോക്ടർ പരമേശ്വര കുറുപ്പ് സാറിനെയും കോട്ടയം മണിച്ചേട്ടനെയും ഏറെ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം അവരൊരു ധനസമ്പാദനം ലക്ഷ്യമാക്കി പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളല്ല. ഈ സമൂഹത്തിലെ ആളുകളെ ആദരിക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ അവർ ഇന്നലകളിൽ സമയം കണ്ടെത്തിയിട്ടുണ്ട്. നാളുകളിലും അവർക്ക് എല്ലാവരുടെയും സ്നേഹവും നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടെങ്കിൽ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് ഈ കൂട്ടായ്മയായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അവാർഡ് ജേതാക്കൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ജയകുമാർ ശർമ്മ എന്നാണ്. ഞാൻ പാലക്കാട് ചിറ്റൂര് എന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ എത്തുന്നത്. ജ്യോതിഷ രംഗത്ത് ഇതുപോലെ ഒരുപാട് അനുമോദനങ്ങളൊക്കെ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു സദസ്സ് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒന്നായിട്ട് ഞാൻ കരുതുന്നു. കാരണം മറ്റു സദസ്സുകളിൽ ഒരു തടത്തിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ജനകീയ ശക്തി എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കുന്ന കുടുംബശ്രീകൾ, സ്ത്രീ ശാക്തീകരണത്തിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും മികവ് പുലർത്തുന്നവർക്കും ജനസേവകരും അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്കാണ് ഈ ഒരു സദസ്സിൽ വെച്ച് ഇത്തരം അനുമോദനം കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഒരു സദസ്സല്ല, മറിച്ച് കുറച്ചുകൂടി പ്രൗഢഗംഭീരമായിട്ടുള്ള അർഹിക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ടാണ് ഈ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഈ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകരും കൗൺസിലർമാരും ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ ഇതോടുകൂടി കുറെ കൂടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്.
കാരണം നമുക്ക് ഈ തന്നിരിക്കുന്ന അനുമോദനം നമ്മുടെ പ്രവർത്തന മികവിന്റെ ആണെങ്കിൽ വീണ്ടും കുറെ കൂടി ശ്രേഷ്ഠകരമായിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാം ശക്തി പ്രകടമാകുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ഉത്തരവാദിത്വം കൂടി കുടുംബശ്രീക്കാർക്കും കൗൺസിലർമാർക്കും അതുപോലെ ജ്യോതിഷ താന്ത്രിക മേഖലയിലും കലാരംഗത്തും അധ്യാപന രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഓരോ ആളുകൾക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറെ കൂടി ശക്തമായിട്ട് ജനക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി ഉതകുമാറായി തീരട്ടെ എന്നുള്ള ഒരു സൂചന കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ പുരസ്കാരങ്ങൾ. അതുകൊണ്ട് എല്ലാവർക്കും, ഈ പുരസ്കാര ജേതാക്കൾക്കും അതിന് ശ്രമിച്ചവർക്കും എല്ലാവർക്കും സർവേശ്വരൻ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. ദേശീയ സാംസ്കാരിക സംഘിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ ഞാനും എൻ്റെ സഹപ്രവർത്തകരായ കൗൺസിലേഴ്സിനും എല്ലാവർക്കും ഇതൊരു പ്രചോദനമായിട്ടാണ് ഇവർ തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചവരും ഇനിയും നമ്മൾ മുന്നോട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ച് നല്ലൊരു സേവന മനോഭാവത്തോടു കൂടി തന്നെയാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. അത് എൻ്റെ കഴിവിൻ്റെ മാക്സിമം എൻ്റെ വാർഡിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വർണ്ണവിവേചനമൊന്നുമില്ലാതെ എൻ്റെ ഓരോ കുടുംബങ്ങളിലും എന്തെങ്കിലും നല്ല സഹായം കൊടുക്കണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെ ഇറങ്ങിയതാണ്. അതിൻ്റെ മാക്സിമം ഞാൻ നിർവഹിക്കുന്നുണ്ട്. വീണ്ടും ഇനി 1.5 വർഷക്കാലമേ ഉള്ളൂ. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഉള്ളത് കൊണ്ട് മാക്സിമം എൻ്റെ വാർഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വീണ്ടും പ്രവർത്തിക്കുവാനായിട്ടുള്ള കഴിവ് സർവേശ്വരൻ തരട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതിന് നമ്മളെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് വീണ്ടും കൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി സ്നേഹവും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമുക്കെല്ലാം മുന്നോട്ടുള്ള ഒരു പ്രചോദനം നൽകാൻ വേണ്ടി, ഇതിൽ കൂടുതൽ ഇപ്പോൾ പ്രവർത്തിച്ചേക്കാളും കൂടുതൽ കഴിവോടുകൂടി മുന്നോട്ട് വരുന്നതിന് വേണ്ടി നമുക്ക് തരുന്ന ഒരു പ്രോത്സാഹന സമ്മാനം തന്നെയാണ് ഈ അവാർഡ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പൊ തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാം. അത് വേറെ വ്യക്തിപരമായി ആണെങ്കിൽ എനിക്ക് ഞാൻ രാഷ്ട്രീയമോ മതമോ ഒന്നും ചിന്തിച്ചല്ല പ്രവർത്തിക്കുന്നെങ്കിലും വാർഡിലെ വികസനത്തിന് പൂർണ്ണമായും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിന്റെ അഭാവം മൂലമാണ് നമ്മുടെ വാർഡില് പൂർണ്ണമായും വികസനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇപ്പോ ഈ പറയുന്ന പൂർണ്ണമായ വികസനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഒരു വഴികൾ പോലും നടക്കാൻ സാധിക്കാത്ത രീതിയിലാണ് എന്റെ വാർഡിലുള്ള വഴികൾ നടക്കുന്നത്. എങ്കിൽ പോലും ഞാൻ കയറിയതിനു ശേഷം 14 റോഡോളം ഇപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ പടിഞ്ഞാറ് മേഖല ആയതുകൊണ്ട് തന്നെ റോഡുകളെല്ലാം പൂർണ്ണമായി തകർന്ന നിലയിൽ തന്നെയാണ്. വെള്ളക്കെട്ടുള്ള വഴികളാണ് മുഴുവനും. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളായത് തന്നെ റോഡിന് ലൈഫ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ട് എന്ന നിലയിൽ വളരെ കുറച്ച് ഫണ്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന കൗൺസിലേഴ്സിന് അതാത് വർഷങ്ങളിൽ 30 ലക്ഷം ലഭിച്ചിരുന്നപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ ആദ്യത്തെ വർഷം കിട്ടിയത് 15 ലക്ഷം രൂപയും പിന്നീട് കിട്ടിയത് 8 ലക്ഷം രൂപയും ഇപ്പോൾ കിട്ടിയത് 10 ലക്ഷം രൂപയാണ്. അപ്പോ ആ ഫണ്ടിന്റെ ആ കുറവുണ്ട്. അപ്പൊ ഒരു വാർഡിന്റെ മുഴുവൻ വികസനത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഈ ഫണ്ട് കൊണ്ട് ഒന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വികസനത്തിലേക്ക് എന്റെ വാർഡിനെ എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള എല്ലാ കൗൺസിലേഴ്സിന്റെ സ്ഥിതി അത് തന്നെയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. അതിന് ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കണം. മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ അവരോടൊപ്പമാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ടായിരിക്കും എനിക്ക് അവാർഡ് ലഭിച്ചത് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ എനിക്ക് അവാർഡ് ചേർക്കാനായിട്ട് എന്നെ ക്ഷണിച്ച ഇന്ദിരാഗാന്ധി ദേശീയ അവാർഡിന്റെ നേതൃത്വത്തിലുള്ള അവാർഡ് ലഭിക്കുന്നതിന് എന്നെ ക്ഷണിച്ച മണിച്ചേട്ടനും ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജ്യോതിഷം ഒരു ഗുരുവിന്റെ ശിക്ഷണം ഇല്ലാതെ ബുക്ക് വായിച്ച് പഠിച്ച്
അതിൽ നിന്നും അത് മിഥ്യയാണോ സത്യമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു. ഊണും ഉറപ്പും കഴിച്ച് ഒരു 5 വർഷത്തോളം കാലം ഞാനിത് പഠനം നടത്തി. അപ്പോൾ ഇതിൽ ഏകദേശം സത്യമാണ് എന്ന് തെളിഞ്ഞ കാരണം കൊണ്ടാണ് ഈ ഫീൽഡ് എന്നെ തേടി എത്തിയത് ഇതുവരെയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ജ്യോതിഷം സത്യം തന്നെയാണ്. വിഷുഫലത്തിൽ ഗണിച്ച് പറയുന്ന ഓരോരോ വർഷവും 2018 പ്രളയം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. പ്രളയം ഉണ്ടാവുന്ന വെച്ചോളെ ഇത്രയും മഴ ലഭിക്കുമെന്ന് അന്നേക്ക് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്ര സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ദേവസ്വത്തിൽ ആ പെട്ടിരിക്കുന്ന എല്ലാ അമ്പലങ്ങളിലും വഴിപാടുകൾ നൽകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും മഴ നിൽക്കുള്ളൂ എന്നുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. ഇപ്രാവശ്യം അതുപോലെ ഞാൻ മഴയുണ്ടാവുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ആർക്കും ഒരു വിധത്തിലും മഴ ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരു മഴയായിട്ട് മാറട്ടെ എന്നുള്ള അതും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ജ്യോതിഷത്തിൽ കിട്ടിയ അവാർഡിന് വളരെ നന്ദിയുണ്ട്. നമസ്കാരം. ഇവിടെ ഇന്ദിരാജി ദേശീയ സാംസ്കാരിക സംഘയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തന്ന അനുമോദനത്തിനും അതിന് തന്നെ നന്ദി പറയുകയാണ്. ഇവിടെ എനിക്ക് മുന്നേ സൂചിപ്പിച്ച നമ്മുടെ കൗൺസിലർമാർ പറഞ്ഞതുപോലെ തന്നെ ഈ അംഗീകാരം ഞങ്ങൾക്ക് മുന്നോട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം ആണ് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ 3ാമത്തെ ടൈമാണ് കൗൺസിലറാകുന്നത്. ഈ ആദരവ് എനിക്ക് ഒന്നുകൂടെ മുന്നോട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ കൗൺസിലർമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പക്ഷെ എത്ര നമ്മൾ വാർഡിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ മണിച്ചേട്ടൻ ഞങ്ങൾക്ക് നല്ല ആദരവ് തന്നാൽ പോലും നമുക്ക് വാർഡിൽ എല്ലാം മൊത്തത്തിൽ നമ്മുടെ ഇപ്പം ഒരു 2000-2300 വോട്ടർമാരുടെ ഒരു വാർഡായിരിക്കും. പക്ഷെ അന്ന് നമ്മളെ കുറ്റം പറയുന്ന വാർഡുകാരുണ്ട് അല്ലെ. അത് ജനങ്ങൾ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരിടത്ത് കൊടുക്കുമ്പോൾ മറ്റൊരിടത്ത് നമ്മളെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വാർഡിൽ ചെയ്തു കൊടുക്കാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ ഫണ്ടുകൾ കൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഞങ്ങൾക്ക് തന്നതിനുപരി നമ്മുടെ വനിതാ ശാസ്ത്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിന് കൊടുത്ത അങ്ങേയറ്റത്തെ ആദരവിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് സജേഷ്. ഞാനൊരു ക്ഷേത്രവാദ്യ കലാകാരനാണ്. മാനല്ലൂർ ദേവക്ഷേത്രത്തിലാണ്. മണിച്ചേട്ടനൊക്കെ എൻ്റെ സ്വന്തക്കാരാണ്. ഇന്ദിരാജി ദേശീയ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ച ആൾക്കാർക്ക് ഇതുപോലെ അവസരവും പ്രോത്സാഹനവും കിട്ടുന്നതായവർക്ക് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ വേദിയിലേക്ക് ക്ഷണിച്ച ജ്യോതിഷ ശാസ്ത്ര പരിഷത്ത് സംഘടനാ ഭാരവാഹികൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരാനും ഈ വലിയ ബഹുമതി സ്വീകരിക്കാൻ കഴിഞ്ഞത് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായ മനസ്സിലാക്കും സാറും മറ്റും അനേകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഒരു ജ്യോതിഷ പരമ്പരയിൽ നിന്ന് വന്ന ആളല്ല. എനിക്ക് ജ്യോതിഷത്തെക്കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നത് KP ജ്യോതിഷമാണ്. അത് തികച്ചും ഉപനക്ഷത്ര കോட்பாടിന്റെ അടിസ്ഥാനത്തിലുള്ള ജ്യോതിഷമാണ്. അതായത് ഒരു രാശി ഒരു ഭാവം എന്നതിലുപരി അതിന്റെ ആരംഭ ബിന്ദുവായ ഗ്രഹമാണ് അതിന് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് വ്യത്യാസത്തിൽ ജനിക്കുന്ന കുട്ടികളെ കൂടി അതിൽ വ്യത്യാസപ്പെടുത്തി കാണിക്കുകയും വളരെയധികം കൃത്യമായും ഈസിയായും ഫലപ്രവചനം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പാരമ്പര്യ ജ്യോതിഷത്തിൽ ഒരുപാട് വിധിവിലക്കുകളും മനസ്സിലാക്കുവാണ് നമുക്ക് ഫലപ്രവചനം നടത്താം. അതുപോലെ KP ജ്യോതിഷത്തിൽ ഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫലപ്രവചനം നടത്തി വരുന്നത്. വളരെ ഈസിയായും കൃത്യമായും ഫലപ്രവചനം നടത്താൻ കഴിയുന്നുണ്ട്.